ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 12 ദിവസങ്ങളായിട്ട് ഇറാനിൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45 ആളുകൾ വരെ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ വെറും 45 നഗരങ്ങൾ മാത്രം പങ്കെടുത്തിരുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഇപ്പോൾ ഏകദേശം 100-ലധികം നഗരങ്ങൾ പങ്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇറാനിൽ ഇത്രയധികം പ്രൊട്ടസ്റ്റ് നടക്കുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈസ് ഹൈക്ക്, അതുപോലെ തന്നെ എക്കണോമി വളരെയധികം കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻസിയുടെ വാല്യൂ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റിലോട്ട് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ അവിടെ ബസ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് എല്ലാം അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അധികം വലിയ പ്രൊട്ടസ്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് പ്ലക്കാർഡുകളും ഒരുപാട് നോട്ടീസുകളുമായിട്ട് ട്രംപ് ഇറാനിലോട്ട് വരണം, വെനസ്വേലയിൽ എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ ട്രംപ് ഇവിടെ വന്ന് ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. 2 ദിവസം മുന്നേ US സെനറ്റ് മെമ്പർ ഓപ്പൺലി ഇറാനെ ത്രെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, ഇത് ബറാക് ഒബാമയല്ല, ട്രംപാണ്, തീർച്ചയായിട്ടും ആയത്തുള്ള ഖമേനിയെ വന്ന് കൊല്ലും തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല, ബാക്ക് സപ്പോർട്ടായിട്ട് അവിടുത്തെ ഓപ്പോസിഷൻ ലീഡറും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ സിറ്റിസൺസും അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡേഴ്സും തുടങ്ങിയിട്ട് എല്ലാവരും റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആയത്തുള്ള ഖമേനിയുടെ സൈഡ് വളരെയധികം വീക്ക് ആയിരിക്കും. അമേരിക്കൻ മിലിറ്ററി ഓൾറെഡി മിഡിൽ ഈസ്റ്റിന്റെ ചുറ്റുഭാഗങ്ങളും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരുപാട് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. ട്രംപ് ഓൾറെഡി ഓപ്പൺലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സമാധാനപരമായിട്ട് പോകുന്ന പ്രൊട്ടസ്റ്റേഴ്സിന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, അല്ലെങ്കിൽ ആ റെജീം ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഇത്തരത്തിൽ വീക്ക് പോയിന്റ് നോക്കി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് യുഎസിന്റെ പണ്ട് മുതലേ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഒരുപാട് ന്യൂസുകൾ പറയുന്നത് ആയത്തുള്ള ഖമേനി ഓൾറെഡി റഷ്യയിലോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ അത് കൺഫേം ആയിട്ടില്ല. പ്രൊട്ടസ്റ്റ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇറാൻ ഗവൺമെന്റ് അവിടുത്തെ ഇന്റർനെറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരുന്ന മണിക്കൂറുകൾ നമുക്ക് കാണാൻ കഴിയും വലിയൊരു അറ്റാക്ക് തന്നെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ.